കാപ്പി നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിലെ ഒരു ശീലം മാത്രമല്ല, ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാർക്ക് ഇത് യഥാർത്ഥത്തിൽ ശക്തി കവർന്നെടുക്കുകയോ ഏറ്റവും ചെലവേറിയ സപ്ലിമെന്റിനേക്കാൾ വേഗത്തിൽ നിങ്ങളെ പുനർനിർമ്മിക്കുകയോ ആകാം. 60 വയസ്സിനു ശേഷം ഓരോ 10 വർഷത്തിലും നിങ്ങളുടെ ശരീരത്തിൽ മസിലിൻ്റെ 8% വരെ നഷ്ടപ്പെടുകയും വീഴ്ചകൾ, ഒടിവുകൾ, അകാല മരണം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇതാ അതിശയിപ്പിക്കുന്ന സത്യം: ശരിയായ പ്രകൃതിദത്ത ചേരുവകളുമായി കാപ്പി സംയോജിപ്പിക്കുമ്പോൾ അതേ കപ്പ് കാപ്പി നിങ്ങളുടെ ആരോഗ്യത്തിന് ശക്തമായ ഒരു പ്രതിരോധമായി മാറുന്നു. ഈ ലളിതമായ കൂട്ടിച്ചേർക്കലുകൾ വീക്കം കുറയ്ക്കുന്നതിനും ആരോഗ്യകരമായ ധമനികളെ പിന്തുണയ്ക്കുന്നതിനും വയറിലെ കൊഴുപ്പ് നിയന്ത്രിക്കുന്നതിനും പേശികളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവ വില കുറഞ്ഞതും വ്യാപകമായി ലഭ്യവുമാണ്, നിങ്ങളുടെ ദിനചര്യയിൽ ചേർക്കാൻ എളുപ്പവുമാണ്. 8ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്ത് വരെ റാങ്ക് ചെയ്യപ്പെട്ട നിങ്ങളുടെ മോർണിംഗ് കോഫിയിൽ ചേർക്കാൻ കഴിയുന്ന 8 ശാസ്ത്ര പിന്തുണയുള്ള ചേരുവകൾ ഇന്ന് നിങ്ങൾ കണ്ടെത്തും. ഇതിലെ 4ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പ്രായമായവരിൽ ചലനശേഷി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധേയമായ ഫലങ്ങൾ കാണിച്ചതിനാൽ അവസാനം വരെ കാണുന്നത് തുടരുമല്ലോ. തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കാം: നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത്? നിങ്ങളുടെ ആരോഗ്യം അടുത്തിടെ എങ്ങനെയായിരുന്നു? താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുമല്ലോ. ഞങ്ങൾ ഓരോന്നും വായിക്കുന്നു. നമ്പർ 8, കറുവാപ്പട്ട അഥവാ സിനമൺ. മിക്ക ആളുകളും കറുവപ്പട്ടയെ ഡെസേർട്ടിനോ ഹോളിഡേ ട്രീറ്റുകൾക്കോ വേണ്ടി മാത്രമുള്ള ഒന്നായിട്ടാണ് കരുതുന്നത്. എന്നാൽ നിങ്ങളുടെ പ്രഭാത കാപ്പിയിൽ കലർത്തുമ്പോൾ പേശികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത് അതിശയകരമാം വിധം ശക്തമായ ഒരു പ്രതിരോധമായി മാറുന്നു. കറുവപ്പട്ടയിൽ വീക്കം കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും സഹായിക്കുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രായമായവർക്ക് ഇത് വളരെ പ്രധാനമാണ്, കാരണം രക്തത്തിലെ പഞ്ചസാര നിങ്ങളുടെ മസിലിൻ്റെ ഊർജം നിശബ്ദമായി ചോർത്തുകയും പേശികളുടെ നഷ്ടം വേഗത്തിലാക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് പേശികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ അബ്സോർബ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. കറുവപ്പട്ട ആ ഏറ്റക്കുറച്ചിലുകൾ സുഗമമാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ മോർണിംഗ് കോഫിയിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. മികച്ച ഫലങ്ങൾക്കായി യഥാർത്ഥ കറുവപ്പട്ട എന്ന് വിളിക്കപ്പെടുന്ന സിലോൺ കറുവപ്പട്ട തിരഞ്ഞെടുക്കുക, കാരണം അതിൽ വളരെ കുറഞ്ഞ അളവിൽ കോമറിൻ അടങ്ങിയിരിക്കുന്നു. ഇത് അമിത അളവിൽ ദോഷകരമാകാം. നമ്പർ 7, മധുരമില്ലാത്ത കൊക്കോ പൊടി. അതെ, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ ചേരുവയാണ്. പക്ഷേ നിങ്ങൾ മധുരമില്ലാത്ത കൊക്കോ പൊടി ഉപയോഗിക്കുമ്പോൾ അതൊരു ശക്തമായ സൂപ്പർ ഫുഡായി മാറുന്നു. കൊക്കോയിൽ സ്വാഭാവികമായും ഫ്ലേവനോളുകൾ അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്ന, വീക്കം കുറയ്ക്കുന്ന, പേശികളുടെ വീണ്ടെടുക്കലിനെ പിന്തുണയ്ക്കുന്ന പ്ലാന്റ് കോമ്പൗണ്ടാണ്. പ്രായമായവർക്ക് ആരോഗ്യകരമായ ബ്ലഡ് സർക്കുലേഷൻ അത്യാവശ്യമാണ്. പ്രായത്തിനനുസരിച്ച് രക്തയോട്ടം കുറയുമ്പോൾ പേശികൾക്ക് ഓക്സിജൻ കുറയുകയും പോഷകങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഇത് ബലഹീനത, ക്ഷീണം, കാഠിന്യം എന്നിവയിലേക്ക് നയിക്കുന്നു. കൊക്കോ ആ പ്രക്രിയ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കൊക്കോ ഫ്ലേവനോളുകൾ രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിൽ ഉടനീളമുള്ള പേശികളിലേക്ക് കൂടുതൽ ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം എത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. കാപ്പിയുടെ സ്വാഭാവിക കഫീനുമായി സംയോജിപ്പിച്ച് കൊക്കോ വർദ്ധിച്ച ഊർജത്തിൻ്റെയും മെച്ചപ്പെട്ട ബ്ലഡ് സർക്കുലേഷൻ്റെ ശക്തമായ സംയോജനം സൃഷ്ടിക്കുന്നു. പ്രകൃതിദത്തവും മധുരമില്ലാത്തതുമായ കൊക്കോ പൊടി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ രാവിലെ കാപ്പിയിൽ 1 ടീസ്പൂൺ മാത്രം കഴിക്കുന്നത് ആരോഗ്യകരമായ പേശികളെയും ബ്ലഡ് സർക്കുലേഷനും പിന്തുണയ്ക്കുന്നതിനൊപ്പം സമ്പന്നമായ രുചിയും നൽകുന്നു. നമ്പർ 6, വെളിച്ചെണ്ണ അല്ലെങ്കിൽ MCT ഓയിൽ. ഈ കൂട്ടിച്ചേർക്കൽ അസാധാരണമായി തോന്നാം, പക്ഷേ ഏഷ്യയിലെ പല ഭാഗങ്ങളിലും കാപ്പിയിൽ വെളിച്ചെണ്ണ ചേർക്കുന്നത് വർഷങ്ങളായി പരിശീലിച്ചു വരുന്നു. പ്രായമായവർക്ക് ഇതൊരു പ്രവണതയേക്കാൾ കൂടുതൽ നൽകുന്നു. ഇത് സ്ഥിരമായ ഊർജം നൽകുന്നു, പേശികളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു, ആരോഗ്യകരമായ ഭാരം നിയന്ത്രിക്കാൻ പോലും സഹായിച്ചേക്കാം. സാധാരണ കൊഴുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡുകൾ, അതായത് MCT എന്നറിയപ്പെടുന്നത്, വേഗത്തിൽ കെറ്റോണുകളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിനും പേശികൾക്കും ഇന്ധനത്തിൻ്റെ കാര്യക്ഷമമായ ഉറവിടമാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരം പലപ്പോഴും ഊർജത്തിനായി ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നതിൽ കാര്യക്ഷമത കുറയുന്നു. അതുകൊണ്ടാണ് ക്ഷീണം, ബ്രെയിൻ ഫോഗ്, മസിൽ വീക്ക്നെസ് എന്നിവ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചസാരയുമായി ബന്ധപ്പെട്ട തകരാറുകൾ കൂടാതെ കീറ്റോണുകൾ ശുദ്ധവും സ്ഥിരതയുള്ളതുമായ ഊർജ്ജ സ്രോതസ്സും നൽകുന്നു. 69 വയസ്സുള്ള ഷിബുവിന് ഇത് നേരിട്ട് അനുഭവപ്പെട്ടു. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം കാപ്പി ആസ്വദിച്ചു, പക്ഷേ വൈകിട്ടോടെ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണങ്ങൾക്കായി അദ്ദേഹം എത്തി. അദ്ദേഹത്തിൻ്റെ മകൻ 1 ടീസ്പൂൺ MCT ഓയിൽ കാപ്പിയിൽ കലർത്താൻ നിർദ്ദേശിച്ചു. എണ്ണമയമുള്ള കാപ്പി വേണ്ടെന്ന് തമാശ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടിച്ചു. എന്നാൽ അതിനൊരു അവസരം നൽകിയപ്പോൾ ഉച്ചഭക്ഷണ സമയം വരെ തൻ്റെ ഊർജം സ്ഥിരമായി തുടരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ മധുരത്തോടുള്ള ആസക്തി ഗണ്യമായി കുറഞ്ഞു.
2 മാസത്തിന് ശേഷം വൈകുന്നേരത്തെ നടത്തത്തിനിടയിൽ കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും അരക്കെട്ടിന് ചുറ്റും ഫാറ്റ് നന്നായി കുറയുകയും ചെയ്തു. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ MCT ഓയിൽ നിങ്ങളുടെ കാപ്പിയിൽ കലർത്തുക. നിങ്ങളുടെ ശരീരം പൊരുത്തപ്പെടുമ്പോൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ക്രമേണ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്പർ 5, പാൽ അല്ലെങ്കിൽ സോയാ പാൽ. നിങ്ങളുടെ കാപ്പിയിൽ പാലോ സോയാ പാലോ ചേർക്കുന്നത് രുചി മയപ്പെടുത്താനുള്ള ഒരു മാർഗമായി തോന്നിയേക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ മോർണിംഗ് കോഫിയെ പേശികളെ പിന്തുണയ്ക്കുന്ന ഒരു പാനീയമാക്കി മാറ്റും, പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം. കാരണം ഇതാണ്: മസിൽ പ്രോട്ടീൻ സിന്തസിസിനെ ഉത്തേജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അമിനോ ആസിഡായ ല്യൂസിൻ ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ അവശ്യ അമിനോ ആസിഡുകളും അടങ്ങിയ പൂർണ്ണമായ പ്രോട്ടീനാണ് പാൽ നൽകുന്നത്. മറുവശത്ത് സോയാ പാൽ ഉയർന്ന നിലവാരമുള്ള സസ്യ അധിഷ്ഠിത പ്രോട്ടീനും ഐസോഫ്ലേവോണുകളും നൽകുന്നു. അസ്ഥികളുടെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന കോമ്പൗണ്ട്സ് ആണ് അത്. പ്രായമായവർക്ക് ഓരോ ഗ്രാം പ്രോട്ടീനും പ്രധാനമാണ്. നിങ്ങളുടെ കാപ്പിയിൽ ചെറിയ അളവിൽ ചേർക്കുന്നത് പോലും മസിലിൻ്റെ പരിപാലനത്തെ സഹായിക്കും. കട്ടൻ കാപ്പി കുടിക്കുന്നതിന് പകരം അരക്കപ്പ് പാലോ ഫോർട്ടിഫൈഡ് സോയാ പാലോ 4 മുതൽ 6 ഗ്രാം വരെ പ്രോട്ടീൻ നൽകുന്നു. ഇത് രാത്രിയിലെ പേശികളുടെ തകർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ ലാക്ടോസ് പ്രശ്നമുള്ള ആളാണെങ്കിൽ ലാക്ടോസ് രഹിത പാൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സസ്യാധിഷ്ഠിത ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫോർട്ടിഫൈഡ് സോയാ പാൽ ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മുടെ പട്ടികയിലെ ഏറ്റവും ശക്തമായ കൂട്ടിച്ചേർക്കലുകളിൽ ഒന്നിലേക്ക് പോകാം. നമ്പർ 4, കൊളാജൻ പൗഡർ. ചർമ്മം മെച്ചപ്പെടുത്താൻ മാത്രമുള്ളതാണ് കൊളാജൻ എന്ന് പലരും കരുതുന്നു. എന്നാൽ പ്രായമായവർക്ക് അതിൻ്റെ ഗുണങ്ങൾ കാഴ്ചയ്ക്കപ്പുറമാണ്. നിങ്ങളുടെ പേശികൾ, സന്ധികൾ, ടെൻഡോണുകൾ, ലിഗ്മെൻറ്റുകൾ, അസ്ഥികൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന പ്രാഥമിക ഘടനാപരമായ പ്രോട്ടീനുകളിൽ ഒന്നാണ് കൊളാജൻ. നിർഭാഗ്യവശാൽ 60 വയസ്സിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക കൊളാജൻ ഉൽപ്പാദനം എല്ലാ വർഷവും ഏകദേശം 1% കുറയുന്നു. സ്റ്റിഫ്നെസ്, സന്ധികളിൽ വേദന, സ്ലോ റിക്കവറി എന്നിവ കൂടുതൽ സാധാരണമാകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നിങ്ങളുടെ ശരീരത്തിന് ക്രമേണ നഷ്ടപ്പെടുന്ന ചിലത് നിറയ്ക്കാനുള്ള ഒരു ലളിതമായ മാർഗമാണ് നിങ്ങളുടെ പ്രഭാത കാപ്പിയിൽ കൊളാജൻ പൊടി ചേർക്കുന്നത്. റോബർട്ടിന് 70 വയസ്സുണ്ട്. ഗാർഡനിങ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഹോബിയായിരുന്നു. എന്നാൽ കാലക്രമേണ ലഘുവായ ജോലി പോലും ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ വേദനിപ്പിച്ചു. ഒരു അയൽക്കാരൻ തൻ്റെ മോർണിംഗ് കാപ്പിയിൽ കൊളാജൻ പൗഡർ കലർത്താൻ നിർദ്ദേശിച്ചു. റോബർട്ടിന് അത് ബോധ്യപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹം അത് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. 2 മാസത്തിനുള്ളിൽ കാൽമുട്ടിൻ്റെ അസ്വസ്ഥത കുറയുന്നതും സുഗമമായ ചലനവും നിരന്തരമായ വേദനയില്ലാതെ തൻ്റെ പൂന്തോട്ടത്തിൽ വീണ്ടും മുട്ടുകുത്താനുള്ള കഴിവും അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു സ്കൂപ്പ് സാധാരണയായി 10 ഗ്രാം പ്രോട്ടീൻ നൽകുന്നു. കൂടാതെ രുചിയെ ബാധിക്കാതെ ചൂടുള്ള കാപ്പിയിൽ എളുപ്പത്തിൽ അത് ലയിക്കുന്നു. ആരോഗ്യകരമായ സന്ധികൾ, മികച്ച ചലനശേഷി, ശാരീരിക പ്രവർത്തനത്തിന് ശേഷം മെച്ചപ്പെട്ട വീണ്ടെടുക്കൽ എന്നിവ ഇതിൻ്റെ ബലമാണ്. നമ്പർ 3, വേ പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ അത്ലറ്റുകൾക്കോ ബോഡി ബിൽഡർമാർക്കോ മാത്രമാണുള്ളതെന്ന് പല മുതിർന്നവരും വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ ഇത് പ്രായമായവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. 60 വയസ്സിന് ശേഷം ശരീരം അനാബോളിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന ഒന്ന് വികസിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീനിനോട് നിങ്ങളുടെ മസിൽസ് കുറഞ്ഞ പ്രതികരണശേഷി കൈവരിക്കുന്നു. അതായത് നിങ്ങളുടെ ചെറുപ്പത്തിൽ പേശികളെ എളുപ്പത്തിൽ നിലനിർത്തിയിരുന്ന പ്രോട്ടീൻ്റെ അളവ് ഇനി മതിയാകില്ലായിരിക്കാം. വേ പ്രോട്ടീൻ ഈ വെല്ലുവിളിയെ മറികടക്കാൻ സഹായിക്കുന്നു. വേ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രായമായവർക്ക് അങ്ങനെ ചെയ്യാത്തവരെ അപേക്ഷിച്ച് കൂടുതൽ മെലിഞ്ഞ മസിൽസ് ലഭിക്കുന്നുണ്ടെന്ന് ഗവേഷണങ്ങൾ കണ്ടെത്തി. മറ്റ് പഠനങ്ങളും ശക്തി, സന്തുലിതാവസ്ഥ, നടത്തത്തിൻ്റെ വേഗത എന്നിവയിൽ പുരോഗതി കാണിക്കുന്നു. ഒരു സ്കൂപ്പ് രുചിയില്ലാത്ത വേ പ്രോട്ടീൻ പൗഡർ ചൂടുള്ള കാപ്പിയിൽ കലർത്തുന്നത് പഞ്ചസാര ചേർക്കാതെ ഉയർന്ന നിലവാരമുള്ളതായ പ്രോട്ടീൻ നൽകുന്നു. ഒരു ലളിതമായ കൂട്ടിച്ചേർക്കലിലൂടെ നിങ്ങളുടെ മോർണിംഗ് കോഫി പേശികളെ പിന്തുണയ്ക്കുന്ന പോഷകാഹാരത്തിൻ്റെ ഉറവിടമായി മാറുന്നു. മസിൽ ലോസ് വാർദ്ധക്യത്തിൻ്റെ ഒരു അനന്തരഫലമല്ല. പോഷകാഹാരം ഒരു പ്രധാന പങ്ക് അതിൽ വഹിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് ശരിയായ ബിൽഡിംഗ് ബ്ലോക്കുകൾ നൽകുന്നത് വരും വർഷങ്ങളിൽ ശക്തിയും സ്വാതന്ത്ര്യവും നിലനിർത്താൻ സഹായിക്കും. നമ്പർ 2, ചിയ സീഡ്സ്. ചെറിയതും രുചിയില്ലാത്തതും പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ചിയ സീഡ്സ് 60 വയസ്സിന് ശേഷം നിങ്ങളുടെ കാപ്പിയിൽ ചേർക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ചേരുവകളിൽ ഒന്നാണ്. പൊടിച്ച് 1 കപ്പ് ചൂടുള്ള കാപ്പിയിൽ കലർത്തുമ്പോൾ ചിയ സീഡ്സ് നാരുകൾ, omega-3 ഫാറ്റി ആസിഡുകൾ, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ എന്നിവ നൽകുന്നു. അവ നിങ്ങളുടെ പേശികൾ, സന്ധികൾ, ഹൃദയം, തലച്ചോറ് എന്നിവയെ പിന്തുണയ്ക്കുന്നു. അതിശയിപ്പിക്കുന്ന സത്യം ഇതാണ്: മിക്ക മുതിർന്നവരും അവരുടെ ശരീരത്തിന് പ്രതിദിനം ആവശ്യമുള്ളതിനേക്കാൾ വളരെ കുറച്ച് നാരുകളും omega-3കളും ഉപയോഗിക്കുന്നു. കാലക്രമേണ ഈ പോഷക വിടവുകൾ പേശികളുടെ നഷ്ടം, വയറിലെ കൊഴുപ്പ്, ഇൻഫ്ലമേഷൻ, ഓർമ്മശക്തി കുറയൽ എന്നിവയ്ക്ക് കാരണമാകും. ചിയ സീഡ്സിൻ്റെ നാരുകൾ ദഹനം മെച്ചപ്പെടുത്തുന്നു,
രക്തത്തിലെ പഞ്ചസാരയുടെ ആരോഗ്യകരമായ അളവ് പ്രോത്സാഹിപ്പിക്കുന്നു, കൂടുതൽ കാലം സംതൃപ്തി അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ചൂടുള്ള കാപ്പിയിലേക്ക് 1-2 ടീസ്പൂൺ പൊടിച്ച ചിയ സീഡ്സ് ഇളക്കുക. പ്രായവുമായി ബന്ധപ്പെട്ട മസിൽ ലോസ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത വീക്കം എന്നിവ അനുഭവിക്കുന്ന മുതിർന്നവർക്ക് ഈ ചെറിയ ദൈനംദിന ശീലം അർത്ഥവത്തായ ദീർഘകാല നേട്ടങ്ങൾ നൽകും. നമ്പർ 1, കുരുമുളകിനൊപ്പം മഞ്ഞൾ അഥവാ ടർമറിക് വിത്ത് ബ്ലാക്ക് പെപ്പർ. അസാധാരണമായ സാധ്യതകളുള്ള ഒരു ലളിതമായ സംയോജനമാണ് ഞങ്ങളുടെ നമ്പർ 1 കൂട്ടിച്ചേർക്കൽ, മഞ്ഞളും കുരുമുളകും. ഇത് 2 സാധാരണ അടുക്കള സുഗന്ധ വ്യഞ്ജനങ്ങൾ മാത്രമാണെന്ന് തോന്നുമെങ്കിലും അവ ഒരുമിച്ച് നിങ്ങളുടെ മോർണിംഗ് കോഫിയിൽ ചേർക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ പ്രകൃതിദത്ത സംയോജനങ്ങളിൽ ഒന്നായി മാറുന്നു. മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. വീക്കം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും പേശികളുടെ ആരോഗ്യകരമായ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കാനുമുള്ള കഴിവിനായി വ്യാപകമായി പഠിപ്പിക്കപ്പെട്ട പ്രകൃതിദത്ത സംയുക്തമാണിത്. എന്നാൽ ഒരു പ്രധാന പ്രശ്നമുണ്ട്. കുർക്കുമിൻ സ്വയം വളരെ മോശമായി അബ്സോർബ് ചെയ്യപ്പെടുന്നു. അവിടെയാണ് കുരുമുളക് വരുന്നത്. ഒരു ചെറിയ നുള്ള് കുരുമുളകിൽ പൈപ്പറിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കുർക്കുമിൻ അബ്സോർപ്ഷൻ നാടകീയമായി വർദ്ധിപ്പിക്കുന്ന ഒരു സംയുക്തമാണ്. ചില പഠനങ്ങളിൽ 2000% വരെ അത് വർദ്ധിപ്പിക്കുന്നു. 60 വയസ്സിന് ശേഷം ശാരീരിക തകർച്ചയുടെ മറഞ്ഞിരിക്കുന്ന കാരണങ്ങളിലൊന്നാണ് വിട്ടുമാറാത്ത നീരും വീക്കവും. വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നതിലൂടെ മഞ്ഞൾ ആരോഗ്യകരമായ പേശികൾ, സന്ധികൾ, ധമനികൾ, തലച്ചോറിൻ്റെ പ്രവർത്തനം എന്നിവയെ പിന്തുണയ്ക്കുന്നു. കാപ്പിയുടെ സ്വാഭാവിക കഴിവും ഉണർവും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനുള്ള കഴിവും സംയോജിപ്പിച്ച് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് ശക്തമായ ഒരു സംയോജനം ഇത് സൃഷ്ടിക്കുന്നു. ഇത് തയ്യാറാക്കാൻ നിങ്ങളുടെ ചൂടുള്ള കാപ്പിയിൽ 1/2 ടീസ്പൂൺ മഞ്ഞളും ഒരു ചെറിയ നുള്ള് കുരുമുളകും ചേർത്ത് കുടിക്കുക. മണ്ണിൻ്റെ രുചി വളരെ ശക്തമാണെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരു നുള്ള് കറുവപ്പട്ട അല്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ തേൻ ചേർത്ത് നിങ്ങൾക്കത് സന്തുലിതമാക്കാം. കുരുമുളകിനൊപ്പം മഞ്ഞൾ നമ്മെ ഒരു പ്രോത്സാഹജനകമായ സത്യം ഓർമ്മിപ്പിക്കുന്നു. പ്രായമാകുക എന്നാൽ ദുർബലമാകുക എന്നല്ല അർത്ഥമാക്കുന്നത്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പോഷകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തെ പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ 70കളിലും 80കളിലും അതിനു മുകളിലും ചലനശേഷി, പേശികളുടെ പ്രവർത്തനം, ഹൃദയാരോഗ്യം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുവാൻ സഹായിച്ചേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ നിശ്ചയമായും ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുമല്ലോ.